പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ രാജ്യങ്ങൾ തയ്യാറാവണമെന്ന പ്രഖ്യാപനത്തോടെ G20 ഉച്ചകോടിക്ക് സമാപനമായി. അതേസമയം യൂറോസോണിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു രാജ്യവും സഹായ വാഗ്ദാനം നൽകാതെയാണ് G20 ഉച്ചകോടി അവസാനിച്ചത്. ആഗോള സാമ്പത്തിക രംഗം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നേരിടുന്നതിന് G20 ഉൾപ്പെട്ട ഓരോ രാജ്യവും തങ്ങളുടെ പങ്ക് വഹിക്കുമെന്നും അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇക്കൊല്ലത്തെ G20 ഉച്ചകോടിക്ക് സമാപനമായത്. ഉച്ചകോടിയുടെ ഭാഗമായി പുറത്തിറക്കിയ 32 ഇന പ്രഖ്യാപനങ്ങളിൽ വികസ്വര രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും കാർഷിക മേഖലയിൽ വിലസ്ഥിരത ഉറപ്പുവരുത്തുവാനുമുള്ള തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം ഏഷ്യൻ രാജ്യങ്ങളിൽ 3 സുപ്രധാന പദ്ധതികൾ നടപ്പാക്കുമെന്നും പ്രഖ്യാപനങ്ങളിലുണ്ട്. ഇന്ത്യ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാതക പൈപ്പ് ലൈൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു. കൂടുതൽ ജോലിയും വളർച്ചയും ഉറപ്പുവരുത്തുന്ന ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമെന്ന് G20 സമ്മേളനം സമാപിക്കുന്നതിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞു. അതോടൊപ്പം സുരക്ഷിതമായ യൂറോസോൺ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി G20 രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ഉചിതമായ തീരുമാനവുമായി മുന്നോട്ട് വരണമെന്നും നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര നാണയനിധിയിൽ ആവശ്യത്തിന് ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത G20 ഉച്ചകോടി 2012 ജൂണിൽ മെക്സിക്കോയിൽ നടക്കും. ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് G20 ഉൾപ്പെട്ട ഓരോ രാജ്യവും തങ്ങളുടെ പങ്കുവഹിക്കണമെന്ന പ്രഖ്യാപനങ്ങൾ തയ്യാറാക്കി ഇത്തവണത്തെ ഉച്ചകോടിയും സമാപിച്ചു. എന്നാൽ യൂറോസോണിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പണം നിക്ഷേപിക്കാമെന്ന് G20 ഉൾപ്പെട്ട ഒരു രാജ്യം പോലും വ്യക്തമായ ഉറപ്പ് നൽകാത്ത അനിശ്ചിതത്വത്തിലാണ് ഇത്തവണത്തെ ഉച്ചകോടിയും സമാപിക്കുന്നത്. പതിവ് പോലെ ഈ ഉച്ചകോടിയും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഫ്രാൻസിലെ കാനിൽ നിന്നും KKNS ഇന്ത്യ വിഷൻ. കിളിരൂരിൽ പീഡനത്തിന് ഇരയായ